വെറ്റുവിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രി പി എസ് സി എക്സാം സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനാട്ടമി ഓഫ് ഐബാൾ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ പാർട്ട് 4 ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ഫിങ്ചർ പ്യൂപ്പിലെ ആൻഡ് ഡയലേറ്റർ പ്യൂപ്പിലെ ആർ പ്രസൻറ്റ് ഇൻ ഐറിസ് ട്രോമ. ഐറിസ് ട്രോമയിലാണ് സ്ഫിങ്ചർ പ്യൂപ്പിലെയും ഡയലേറ്റർ പ്യൂപ്പിലെ മസിൽസും കാണുന്നത്. ഐറിസിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന് 4 ലെയേഴ്സ് ഉണ്ട്. ആൻറ്റീരിയർ ലിമിറ്റിംഗ് ലെയർ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണുന്നത്, പിന്നെ ഐറിസ് ട്രോമ, പിന്നെ ആൻറ്റീരിയർ എപ്പിത്തീലിയൽ ലെയർ, പിന്നെ പോസ്റ്റീരിയർ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയൽ ലെയർ. ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ട് കാണുന്നതാണ് പോസ്റ്റീരിയർ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയൽ ലെയർ. ഇതിൽ ഐറിസ് ട്രോമയിലാണ് സ്ഫിങ്ചർ പ്യൂപ്പിലെയും ഡയലേറ്റർ പ്യൂപ്പിലെ മസിലും കാണപ്പെടുന്നത്. ആൻറ്റീരിയർ ലിമിറ്റിംഗ് ലെയറിൻ്റെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരുന്നു. അത് ഓർമ്മയില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഇനി ഈ സ്ഫിങ്ചർ പ്യൂപ്പിലെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സ്ഫിങ്ചർ പ്യൂപ്പിലെ മസിൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ പ്യൂപ്പിളിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ഫിങ്ചർ പ്യൂപ്പിലെ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഡയലേറ്റർ പ്യൂപ്പിലെ മസിൽസ് ചെയ്യുന്നത് എന്താണ്? അത് പ്യൂപ്പിളിനെ ഡയലേറ്റ് ചെയ്യാണ്. അതിൻ്റെ പേര് പോലെ തന്നെ പ്യൂപ്പിളിനെ ഡയലേറ്റ് ചെയ്യുന്നതാണ് ഡയലേറ്റർ പ്യൂപ്പിലെ മസിൽസിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ഫിങ്ചർ പ്യൂപ്പിലെ ഹെൽപ്സ് ടു കൺസ്ട്രക്ട് ദി പ്യൂപ്പിൾ ആൻഡ് ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ. ആൻസർ ഈസ് പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് ബൈ തേർഡ് നെർവ്. തേർഡ് നെർവ് വഴി പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് ആണ് സ്ഫിങ്ചർ പ്യൂപ്പിളിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഡയലേറ്റർ പ്യൂപ്പിലെ മസിൽസിന് ആരാണ് നെർവ് സപ്ലൈ കൊടുക്കുന്നത്? അത് സെർവിക്കൽ സിമ്പത്തറ്റിക്സ് ആണ്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് ഡയലേറ്റർ പ്യൂപ്പിലെ മസിൽസിന് സപ്ലൈ കൊടുക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് ആണ് സ്ഫിങ്ചർ പ്യൂപ്പിലേക്ക് നെർവ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി ആൻറ്റീരിയർ കണ്ടിന്യൂവേഷൻ ഓഫ് പിഗ്മെൻറ്റ് എപ്പിത്തീലിയം ഓഫ് റെറ്റിന ആൻഡ് സിലിയറി ബോഡി. ആൻസർ ഈസ് ആൻറ്റീരിയർ എപ്പിത്തീലിയൽ ലെയർ ഓഫ് ഐറിസ്. ഐറിസിൻ്റെ ആൻറ്റീരിയർ എപ്പിത്തീലിയൽ ലെയർ എന്ന് പറയുന്നത് ആൻറ്റീരിയർ കണ്ടിന്യൂവേഷൻ ഓഫ് പിഗ്മെൻറ്റ് എപ്പിത്തീലിയം ഓഫ് റെറ്റിന ആൻഡ് സിലിയറി ബോഡിയാണ്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ ഐറിസിൻ്റെ 3 ലെയേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ആൻറ്റീരിയർ ലിമിറ്റിംഗ് ലെയറിനെ കുറിച്ച് പറഞ്ഞു, ഐറിസ് ട്രോമയെ കുറിച്ച് പറഞ്ഞു, ആൻറ്റീരിയർ എപ്പിത്തീലിയൽ ലെയറിനെ കുറിച്ചും പറഞ്ഞു. ഇനി ഒരു ലെയറും കൂടെ ഉള്ളൂ, ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ട് കാണുന്ന പോസ്റ്റീരിയർ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയൽ ലെയർ. ഈ ലെയർ എന്ന് പറയുന്നത് ഏതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് പറയുന്നത്? നോൺ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയം ഓഫ് സിലിയറി ബോഡി. സിലിയറി ബോഡീൻ്റെ നോൺ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ആൻറ്റീരിയർ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് പോസ്റ്റീരിയർ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയൽ ലെയർ പറയാറുള്ളത്. ഇതൊന്നും കൺഫ്യൂഷൻ ആവരുത്. ഇനി സിലിയറി ബോഡിയുടെ അവിടെ എത്തുമ്പോൾ ഇതുപോലെ കുറച്ച് ലെയേഴ്സ് അവിടെയും പറയാനുണ്ട്. ഈ ഐറിസ് ആണെങ്കിലും സിലിയറി ബോഡി ആണെങ്കിലും കൊറോയിഡ്, പിന്നെ നെക്സ്റ്റ് ആയിട്ട് റെറ്റിന വരും. അപ്പോൾ ഇവരൊക്കെ പരസ്പരം കണക്റ്റഡാണ്. അപ്പോൾ ഇതിൻ്റെ ലെയേഴ്സ് ഫോം ചെയ്യുമ്പോഴും ഒന്നിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും അടുത്തത് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഏതിൻ്റെയൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്മൂത്ത് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് സിലിയറി ബോഡി ഈസ് പാഴ്സ് പ്ലാന. പാഴ്സ് പ്ലാനയാണ് സ്മൂത്ത് ആയിട്ടുള്ള സിലിയറി ബോഡിയുടെ പോസ്റ്റീരിയർ പാർട്ട് എന്ന് പറയുന്നത്. സിലിയറി ബോഡിക്ക് 2 പാർട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ ആൻറ്റീരിയറും ഉണ്ട്, പോസ്റ്റീരിയറും ഉണ്ട്. അതിൽ ആൻറ്റീരിയർ പാർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് സിലിയറി ബോഡി ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഈസ് സുപ്രാ സിലിയറി ലാമിന. സിലിയറി ബോഡീൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറിൽ 5 ലെയേഴ്സ് ആണ് ഉള്ളത്. ഐറിസിൻ്റെ നമ്മൾ പറഞ്ഞായിരുന്നു 4 ലെയേഴ്സിനെ കുറിച്ചും പറഞ്ഞു. അതിൽ സിലിയറി ബോഡിയിൽ വരുമ്പോൾ ഫസ്റ്റ് ലെയർ സുപ്രാ സിലിയറി ലാമിന, പിന്നെ സ്ട്രോമ വരും, പിന്നെ നെക്സ്റ്റ് ലെയർ ഓഫ് പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയം, പിന്നെ ലെയർ ഓഫ് നോൺ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയം, ലാസ്റ്റായിട്ട് ഇൻറ്റേർണൽ ലിമിറ്റിംഗ് മെംബ്രെയിൻ. ഇതിൽ സിലിയറി ബോഡിയുടെ സ്ട്രോമയിലാണ് സിലിയറി മസിൽസൊക്കെ കാണുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. സ്ട്രോമ കഴിഞ്ഞ് വരുന്ന ലെയറാണ് ലെയർ ഓഫ് പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയം. ഇത് നമ്മളുടെ റെറ്റിനൽ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ഫോർവേഡ് കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ആൻറ്റീരിയർ പോർഷനിലാണ് ഐറിസിൻ്റെ ആൻറ്റീരിയർ എപ്പിത്തീലിയൽ ലെയർ കിടക്കുന്നത്. ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക. നമ്മൾ നേരത്തെ ഐറിസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. അതുപോലെ സിലിയറി ബോഡിയുടെ 4ാമത്തെ ലെയറാണ് ലെയർ ഓഫ് നോൺ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയം വരുന്നത്. ഇതിൻ്റെ ആൻറ്റീരിയർ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയൽ ലെയർ ഓഫ് ഐറിസ് ആണ്. അതായത് സിലിയറി ബോഡിയുടെ നോൺ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ആൻറ്റീരിയർ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് ഐറിസിൻ്റെ
പോസ്റ്റീരിയർ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയൽ ലെയറാണ്. സിലിയറി ബോഡിയുടെ നോൺ പിഗ്മെൻറ്റഡും അത് ഐറിസിൻ്റെ പിഗ്മെൻറ്റഡ് ലെയറുമായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ലാസ്റ്റായിട്ട് വരുന്നത് സിലിയറി ബോഡിയുടെ ഇൻറ്റേർണൽ ലിമിറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്ന ലെയറാണ്. ഇത് നമ്മളുടെ റെറ്റിനയുടെ ഏറ്റവും 10ാമത്തെ ലെയറായിട്ടുള്ള ഇൻറ്റേർണൽ ലിമിറ്റിംഗ് മെംബ്രെയിൻ ഉണ്ട്. അതിൻ്റെ ഫോർവേഡ് കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇൻറ്റേർണൽ ലിമിറ്റിംഗ് മെംബ്രെയിൻ വരുന്നത്. ടെക്സ്റ്റ് കയ്യിലുള്ളവരാണെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് കൂടെ ഒന്ന് വായിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. കാര്യങ്ങൾ എന്താണെന്ന് മാത്രം പറഞ്ഞു പോവുകയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊറോയിഡ് ഈസ് ദി പോസ്റ്റീരിയർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി ഉവിയൽ ട്രാക്ട് വിച്ച് എക്സ്റ്റെൻസ് ഫ്രം ഒപ്റ്റിക് ഡിസ്ക് ടു ഓറ സെറാട്ട. അപ്പോൾ കൊറോയിഡ് എന്ന് പറയുന്നത് ഉവിയൽ ട്രാക്റ്റിൻ്റെ ഏറ്റവും പോസ്റ്റീരിയർ മോസ്റ്റ് പാർട്ടാണ്. അത് ഒപ്റ്റിക് ഡിസ്ക് മുതൽ ഓറ സെറാട്ട വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. നെക്സ്റ്റ്. ഇന്നർ സർഫസ് ഓഫ് കൊറോയിഡ് ഈസ് സ്മൂത്ത്, ബ്രൗൺ ആൻഡ് ഇൻ കോണ്ടാക്ട് വിത്ത് RP ഓഫ് റെറ്റിന. RP എന്ന് വെച്ചാൽ റെറ്റിനൽ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയം. അതായത് കൊറോയിഡിൻ്റെ ഇന്നർ സർഫസ് എന്ന് പറയുന്നത് സ്മൂത്താണ്, ബ്രൗൺ കളറാണ്. അത് കോണ്ടാക്ട് ചെയ്ത് കിടക്കുന്നത് റെറ്റിനയുടെ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയൽ ലെയറുമായിട്ടാണ്. അപ്പോൾ ഔട്ടർ സർഫസ് എങ്ങനെയാണ്? ഔട്ടർ സർഫസ് പൊതുവെ റഫാണ്. അത് സ്ക്ലീറയായിട്ടാണ് കോണ്ടാക്ട് ചെയ്ത് കിടക്കുന്നത്. സ്ക്ലീറയുടെയും റെറ്റിനയുടെയും ഇടയിൽ വരുന്ന പോർഷനാണല്ലോ കൊറോയിഡ്. നമ്മൾ ഐയുടെ അനാട്ടമി പഠിക്കുമ്പോൾ എപ്പോഴും ഐയുടെ ആ പിക്ചർ നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് കൊറോയിഡ് ലൈസ് ബിറ്റ്വീൻ ദി കോറിയോ കാപ്പിലറീസ് ആൻഡ് പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയം ഓഫ് റെറ്റിന. ആൻസർ ഈസ് ബ്രൂഷ് മെംബ്രെയിൻ. അതായത് കൊറോയിഡിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ എടുക്കുമ്പോൾ അതിന് 4 ലെയേഴ്സാണ് മെയിനായിട്ട് വരുന്നത്. അതിൽ പറയുന്നതാണ് സുപ്രാ കൊറോയിഡൽ ലാമിന. ഫസ്റ്റ് ലെയറായിട്ട് സുപ്രാ കൊറോയിഡൽ ലാമിന. പിന്നെ നമ്മൾ കൊറോയിഡിൻ്റെ സ്ട്രോമ ഓഫ് കൊറോയിഡ്. നെക്സ്റ്റ് കോറിയോ കാപ്പിലറീസ്. കോറിയോ കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാപ്പിലറി നെറ്റ്വർക്ക്സ് ആണ് കാണുന്നത്. പിന്നെ ബേസൽ ലാമിന. ബേസൽ ലാമിനയാണ് നമ്മൾ ബ്രൂഷ് മെംബ്രെയിൻ എന്നും പറയുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊറോയിഡിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറാണ്. അത് കിടക്കുന്നത് കോറിയോ കാപ്പിലറീസിനും. നെക്സ്റ്റ് സ്ട്രക്ചർ കൊറോയിഡ് കഴിഞ്ഞാൽ വരുന്ന സ്ട്രക്ചർ ഏതാണ്? റെറ്റിനൽ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയം ആണ്, റെറ്റിനയുടെ പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന കൊറോയിഡിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ബ്രൂഷ് മെംബ്രെയിൻ ആണ്. അതാണ് നമ്മളോട് ചോദിച്ചത്. ഈ ബ്രൂഷ് മെംബ്രെയിന് നമ്മളുടെ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് തിക്കനായിട്ട് മാറും. അങ്ങനെയാണ് ഈ ഡ്രൂസൻസ് ഒക്കെ ഫോം ചെയ്യുന്നത്. ഡ്രൂസൻസ് ഒക്കെ നമ്മൾ ഇനി ഡിസീസൊക്കെ പഠിക്കുമ്പോൾ അവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൊട്ടൻഷ്യൽ സ്പേസ് ബിറ്റ്വീൻ ഹൈലോയിഡ് ഫേസ് ഓഫ് വിട്രിയസ് ആൻഡ് ലെൻസ് ക്യാപ്സ്യൂൾ ഈസ് നോൺ ആസ് റിട്രോലെൻറ്റൽ ഓർ ബർഗർ സ്പേസ്. ബർഗർ സ്പേസ് അല്ലെങ്കിൽ റിട്രോലെൻറ്റൽ സ്പേസ് എന്ന് പറയുന്നത് നമ്മളുടെ വിട്രിയസിൻ്റെയും ലെൻസ് ക്യാപ്സ്യൂളിൻ്റെയും ഇടയിൽ കാണുന്ന ഒരു പൊട്ടൻഷ്യൽ സ്പേസ് ആണ്. നെക്സ്റ്റ്. തിക്കസ്റ്റ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഓഫ് ദി ബോഡി ലെൻസ് ക്യാപ്സ്യൂൾ. നമ്മളുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും തിക്കസ്റ്റ് ആയിട്ടുള്ള ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ലെൻസ് ക്യാപ്സ്യൂൾ ആണ്. നെക്സ്റ്റ്. ഇഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ഈസ് ടു ലോ ദ കണ്ടീഷൻ ലെഡ്സ് ടു ഇൻഡെക്സ് ഹൈപ്പർമെട്രോപ്പിയ. നമ്മളുടെ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നന്നായിട്ട് കുറയുമ്പോൾ അതെന്തിന് കാരണമാവും? ഇൻഡെക്സ് ഹൈപ്പർമെട്രോപ്പിക്ക് കാരണമാവും. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നന്നായിട്ട് കൂടുതലാണെങ്കിൽ അത് ഇൻഡെക്സ് മയോപ്പിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഓൺലി മെറ്റബോളിക്കലി ആക്റ്റീവ് പാർട്ട് ഓഫ് ലെൻസ് ഈസ് ആൻറ്റീരിയർ എപ്പിത്തീലിയം. നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസിന് മെയിനായിട്ടും 3 പാർട്ടുകളാണ് പറയുന്നത്. ലെൻസ് ക്യാപ്സ്യൂൾ, ആൻറ്റീരിയർ ലെൻസ് എപ്പിത്തീലിയം, ലെൻസ് സബ്സ്റ്റൻസ് ഓർ ലെൻസ് ഫൈബേഴ്സ്. ഇതാണ് 3 പാർട്ട്. ഇതിൽ ആൻറ്റീരിയർ ലെൻസ് എപ്പിത്തീലിയം ആണ് മെറ്റബോളിക്കലി ആക്റ്റീവ് പാർട്ടായിട്ട് പറയുന്നത്. ലെൻസിന് പോസ്റ്റീരിയർ ഭാഗത്ത് എപ്പിത്തീലിയം ഇല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ആൻറ്റീരിയർ എപ്പിത്തീലിയം മാത്രമേ ലെൻസിനുള്ളൂ. നെക്സ്റ്റ്. സീരീസ് ഓഫ് ഫൈബേഴ്സ് വിച്ച് റൺ ഫ്രം സിലിയറി ബോഡി ആൻഡ് ഫ്യൂസ് ഇൻ ടു ഔട്ടർ ലെയർ ഓഫ് ലെൻസ് ക്യാപ്സ്യൂൾ അറൗണ്ട് ഇക്വറ്റോറിയൽ സോൺ. ആൻസർ ഈസ് സിലിയറി സൊന്യൂൾസ്. സിലിയറി സൊന്യൂൾസ് ആണ് ലെൻസിനെ അതിൻ്റെ പൊസിഷനിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിർത്താനും അതുപോലെ സിലിയറി മസിൽസിൻ്റെ ആക്ഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സിലിയറി സൊന്യൂൾസ് ആണ്. നെക്സ്റ്റ്. ലെൻസ് ഈസ് എ ട്രാൻസ്പാരൻറ്റ് ബൈകോൺവെക്സ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ പ്ലേസ്ഡ് ബിറ്റ്വീൻ ഐറിസ് ആൻഡ് വിട്രിയസ് ഇൻ എ സോസർ ഷേപ്ഡ് ഡിപ്രഷൻ കോൾഡ് പെറ്റലാർ ഫോസ. പെറ്റലാർ ഫോസ എന്നറിയപ്പെടുന്ന ഒരു സോസർ ഷേപ്ഡ് ഡിപ്രഷനിലാണ് ലെൻസ് ഇരിക്കുന്നത്. നെക്സ്റ്റ്.
ഡയാമീറ്റർ ഓഫ് ആൻ അഡൾട്ട് ക്രിസ്റ്റലൈൻ ലെൻസ് ഈസ്. നമ്മുടെ അഡൾട്ട് ക്രിസ്റ്റലൈൻ ലെൻസിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഒരു 9 to 10 മില്ലിമീറ്റർ ആണ്. ബർത്തിൻ്റെ സമയത്തുള്ളതാണ് ചോദിക്കുന്നതെങ്കിൽ 6.5 മില്ലിമീറ്റർ ആണ് പറയുന്നത്. അഡൾട്ടിലേക്ക് എത്തുമ്പോൾ അതൊരു 9 to 10 മില്ലിമീറ്ററിലേക്ക് എത്തും. നെക്സ്റ്റ്, റേഡിയസ് ഓഫ് ദി ആൻറ്റീരിയർ സർഫസ് ഓഫ് ആൻ അഡൾട്ട് ക്രിസ്റ്റലൈൻ ലെൻസ് വിത്ത് അക്കോമഡേഷൻ അറ്റ് റെസ്റ്റ് ഈസ് 10 മില്ലിമീറ്റർ. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസിന് ആൻറ്റീരിയർ സർഫസും ഉണ്ട്, പോസ്റ്റീരിയർ സർഫസും ഉണ്ട്. അതിൽ ആൻറ്റീരിയർ സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞത്. അതിൻ്റെ റേഞ്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8 to 14 മില്ലിമീറ്റർ എന്ന് പറയാം. ഇതിൻ്റെ പോസ്റ്റീരിയർ സർഫസിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഒരു 6 മില്ലിമീറ്ററൊക്കെയാണ് പോസ്റ്റീരിയർ സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. പോസ്റ്റീരിയർ സർഫസ് കുറച്ചുകൂടെ കർവ് കൂടുതലാണ്. ആൻറ്റീരിയർ സർഫസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെൻസിൻ്റെ പോസ്റ്റീരിയർ സർഫസ് ഒന്ന് ആലോചിച്ച് നോക്കുക, ചിത്രം ആലോചിച്ച് നോക്കുക. അത് കുറച്ചുകൂടി കർവ്ഡ് കൂടിയതാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ കുറച്ചുകൂടെ കുറവായിരിക്കും. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ കൂടുമ്പോൾ കർവേച്ചർ കുറയും. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ കുറയുമ്പോൾ കർവേച്ചർ കൂടും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ന്യൂക്ലിയസ് ഓഫ് ലെൻസ് ഈസ്. ലെൻസിൻ്റെ ന്യൂക്ലിയസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ 1.42 ആണ്. ലെൻസിൻ്റെ മാത്രം ന്യൂക്ലിയസിന് ചോദിക്കാണ്ട്, സ്പെസിഫിക് ആയിട്ട് ന്യൂക്ലിയസിന് പറയാണ്ട് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ 1.39 ആണ് പറയേണ്ടത്. എന്നാൽ ന്യൂക്ലിയസിന് എടുത്ത് ചോദിച്ചാൽ 1.42 ആണ് പറയേണ്ടത്. എന്നാൽ ലെൻസിൻ്റെ കോർട്ടെക്സിൻ്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ 1.38 ആണ് പറയേണ്ടത്. ലെൻസിന് 2 പോർഷനാണ് മെയിനായിട്ടുള്ളത്. ലെൻസിൻ്റെ കോർട്ടെക്സും ഇന്നറിലുള്ള ന്യൂക്ലിയസും. അതിൽ ന്യൂക്ലിയസിൻ്റെ ഭാഗത്തോട്ട് എത്തുമ്പോഴാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നന്നായിട്ട് കൂടുന്നത്. കോർട്ടെക്സിൻ്റെ ഭാഗത്ത് കുറവാണ്. അപ്പോൾ രണ്ടിനും കൂടെ കമ്പയർ ചെയ്തിട്ട് രണ്ടും കൂടെ അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ 1.39 എന്ന് പറയും ലെൻസിൻ്റെ മാത്രമായിട്ട് ചോദിക്കുമ്പോൾ. പക്ഷേ ഓരോ പാർട്ടിൻ്റെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോൾ അത് അതേപോലെ തന്നെ പറയണം. നെക്സ്റ്റ്, അക്കോമഡേറ്റീവ് പവർ വാരീസ് വിത്ത് ഏജ്. അറ്റ് ബർത്ത് അക്കോമഡേറ്റീവ് പവർ ഈസ്. ബർത്തിൽ ഒരാളുടെ അക്കോമഡേറ്റീവ് പവർ എന്ന് പറയുന്നത് 14 to 16 ഡയോപ്റ്റർ ആണ്. ഏജിനനുസരിച്ച് എന്ത് ചെയ്യും, അക്കോമഡേറ്റീവ് പവർ കുറയും. ഒരു 25 ഇയേഴ്സൊക്കെ ആകുമ്പോൾ ഒരു 7 to 8 ഡയോപ്റ്റർ ഒക്കെ ആവും. പിന്നീട് വീണ്ടും ഏജ് കൂടുമ്പോൾ ഒരു 50 ഇയേഴ്സൊക്കെ എത്തുമ്പോൾ 1 to 2 ഡയോപ്റ്റർ ഒക്കെ ഉണ്ടാവൂ. ഈ അക്കോമഡേറ്റീവ് പവറൊക്കെ കാണാൻ ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് സിലബസിൽ ആ ഭാഗം എത്തുമ്പോൾ പറയാം. ഇപ്പോൾ നമ്മൾ അനാട്ടമി പോർഷൻസ് ആണല്ലോ എടുത്തു പോകുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞാൽ മതി. അക്കോമഡേറ്റീവ് പവർ വാരീസ് വിത്ത് ഏജ്. അത് ബർത്തിലാകുമ്പോൾ 14 to 16 ഡയോപ്റ്റർ ആണ്. പിന്നീട് വീണ്ടും ഏജ് കൂടി ഒരു 25 ഒക്കെ എത്തുമ്പോൾ ഒരു 7 to 8 ഡയോപ്റ്റർ ആവും. ഒരു 50 വയസ്സിനോടൊക്കെ അടുക്കുമ്പോൾ 1 to 2 ഡയോപ്റ്റർ ആവും. അത്രേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെൻസ് ഫൈബേഴ്സ് ഫോംഡ് ആഫ്റ്റർ പ്യൂബർട്ടി ടു റെസ്റ്റ് ഓഫ് ലൈഫ് ഈസ് കോൾഡ്. അഡൾട്ട് ന്യൂക്ലിയസ്. നമ്മൾ ലെൻസിൻ്റെ ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് മുമ്പ് ചെയ്തതാണ്. ഒന്നുകൂടെ ആ കാര്യങ്ങൾ പറയാം. ലെൻസിൻ്റെ ന്യൂക്ലിയസിനെ നമ്മൾ മെയിനായിട്ടും 4 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എംബ്രിയോണിക് ന്യൂക്ലിയസ്, ഫീറ്റൽ ന്യൂക്ലിയസ്, ഇൻഫാൻറ്റൈൽ ന്യൂക്ലിയസ്, അഡൾട്ട് ന്യൂക്ലിയസ്. അതിൽ എംബ്രിയോണിക് എന്ന് പറയുമ്പോൾ ഫോം ചെയ്യുന്നത് ഒരു 1 to 3 months ഓഫ് ഗസ്റ്റേഷൻ. 1 to 3 months ഓഫ് ഗസ്റ്റേഷനിലാണത് ഫോം ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും ഇന്നർമോസ്റ്റ് പാർട്ടായിട്ട് പറയുന്നത്. ഏറ്റവും ഓൾഡ് ഫൈബേഴ്സ് കാണുന്നത് ഇവിടെ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഫീറ്റൽ ന്യൂക്ലിയസ്. ഫീറ്റൽ ന്യൂക്ലിയസ് ഇത് കഴിഞ്ഞിട്ട്, അതായത് ഒരു 3 month മുതൽ ബർത്ത് വരെ, ഗസ്റ്റേഷൻ്റെ 3 months മുതൽ ടിൽ ബർത്ത് വരെ, ഇതിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്നതാണ് ഫീറ്റൽ ന്യൂക്ലിയസ്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫാൻറ്റൈൽ ന്യൂക്ലിയസ്. ഇൻഫാൻറ്റൈൽ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ബർത്ത് ടു പ്യൂബർട്ടി, ബർത്തിൻ്റെയും പ്യൂബർട്ടീൻ്റെയും ഇടയിൽ ഫോം ചെയ്യുന്നതാണ് ഇൻഫാൻറ്റൈൽ ന്യൂക്ലിയസ്. ലാസ്റ്റ് അഡൾട്ട് ന്യൂക്ലിയസ്. ലെൻസ് അഡൾട്ട് ലൈഫിൽ ഫോം ചെയ്യുന്ന ലെൻസ് ഫൈബേഴ്സൊക്കെ അഡൾട്ട് ന്യൂക്ലിയസിലാണ് ഉൾപ്പെടുന്നത്. ഈ അഡൾട്ട് ന്യൂക്ലിയസും കഴിഞ്ഞ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ടാണ് നമ്മുടെ ലെൻസിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന പോർഷൻ മുഴുവൻ കഴിഞ്ഞ് ബാക്കി വരുന്ന ആ ഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ കോർട്ടെക്സിലായിരിക്കും നമുക്ക് ഏറ്റവും യങ്ങസ്റ്റ് ലെൻസ് ഫൈബേഴ്സ് കാണപ്പെടുന്നത്. ഈ പെരിഫറൽ പാർട്ടായിട്ടുള്ള കോർട്ടെക്സിലായിരിക്കും. ഇത് നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ്, pH ഓഫ് വിട്രിയസ് ഹ്യൂമർ ഈസ്. വിട്രിയസ് ഹ്യൂമറിൻ്റെ pH എന്ന് പറയുന്നത് 7.2 ആണ്. 7.2. നെക്സ്റ്റ്, വോളിയം ഓഫ് വിട്രിയസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 4 cc. 4 cc ആണ് വിട്രിയസിൻ്റെ അപ്രോക്സിമേറ്റ് വോളിയം എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഐയുടെ ടോട്ടൽ വോളിയത്തിൻ്റെ 2/3 ആണ്.
2/3 പോർഷനും എന്താണ്? വിട്രിയസ് ആണ്. വിട്രിയസിൻ്റെ അപ്രോക്സിമേറ്റ് വെയിറ്റ് വരുന്നത് 4 ഗ്രാം ആണ്. 4 ഗ്രാം. നെക്സ്റ്റ്, ദ ലാർജസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ പ്രസൻറ്റ് ആസ് എ സിംഗിൾ പീസ് ഇൻ ദി ഹ്യൂമൻ ബോഡി ഈസ് വിട്രിയസ് ബോഡി. നമ്മളുടെ ബോഡിയിലുള്ള ഹ്യൂമൻ ബോഡിയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റും സിംപ്ലസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ പ്രസൻറ്റ് ആസ് എ സിംഗിൾ പീസായിട്ട് കാണപ്പെടുന്ന ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആണ് വിട്രിയസ് ബോഡി എന്ന് പറയപ്പെടുന്നത്. നെക്സ്റ്റ്, റണ്ണിങ് ഡൗൺ ദി സെൻറ്റർ ഓഫ് വിട്രിയസ് ബോഡി ഫ്രം ദി ഒപ്റ്റിക് ഡിസ്ക് ടു ദി പോസ്റ്റീരിയർ പോൾ ഓഫ് ദ ലെൻസ് ഈസ് ദി ഹൈലോയിഡ് കനാൽ ഓർ ക്ലോക്കറ്റ് കനാൽ അല്ലെങ്കിൽ ഹൈലോയിഡ് കനാൽ. റണ്ണിങ് ഡൗൺ ദി സെൻറ്റർ ഓഫ് വിട്രിയസ് ബോഡി ഫ്രം ദി ഒപ്റ്റിക് ഡിസ്ക് ടു ദി പോസ്റ്റീരിയർ പോൾ ഓഫ് ദി ലെൻസ്, ഹൈലോയിഡ് കനാൽ അല്ലെങ്കിൽ ക്ലോക്കറ്റ് കനാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് റെഫേഴ്സ് ടു ദി സ്ട്രോങ്ങസ്റ്റ് അറ്റാച്ച്മെൻറ്റ് ടു ദ പാസ് പ്ലാന ആൻഡ് ദി റെറ്റിന ഇൻ ദി റീജിയൺ ഓഫ് ഓറ സെറാട്ട. വിട്രിയസ് ബേസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിട്രിയസ് ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് അറ്റാച്ച്മെൻറ്റ് ടു ദി പാസ് പ്ലാന ആൻഡ് ദി റെറ്റിന ഇൻ ദി റീജിയൺ ഓഫ് ഓറ സെറാട്ട. നെക്സ്റ്റ്, ഡാഷ് റെപ്രസെൻറ്റ്സ് റെമനൻസ് ഓഫ് ദി ആൻറ്റീരിയർ എൻഡ് ഓഫ് ഹൈലോയിഡ് ആർട്ടറി അറ്റാച്ച്ഡ് ടു ദി പോസ്റ്റീരിയർ ലെൻസ് ക്യാപ്സ്യൂൾ. ആൻസർ ഈസ് മിറ്റൻഡ് ഓഫ് ഡോട്ട്. മിറ്റൻഡ് ഓഫ് ഡോട്ട് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് റെമനൻസ് ഓഫ് ദി ആൻറ്റീരിയർ എൻഡ് ഓഫ് ഹൈലോയിഡ് ആർട്ടറി അറ്റാച്ച്ഡ് ടു ദി പോസ്റ്റീരിയർ ലെൻസ് ക്യാപ്സ്യൂൾ. പോസ്റ്റീരിയർ പോളാർ കാറ്ററാക്റ്റ് ഉള്ളവരിലും ലെൻസിൻ്റെ പോസ്റ്റീരിയർ ക്യാപ്സ്യൂളിൽ ഈ ഒരു ഡോട്ട്, മിറ്റൻഡ് ഓഫ് ഡോട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് അനാട്ടമിയുടെ പോർഷനിൽ നിന്നും വരുന്നത് കവർ ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്റ്റോമെട്രി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.